ഓർത്തിരിക്കുന്നില്ല. അങ്ങനെ ഞാനൊരു പാനിക് ആയ ഒരു ഡേ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നമ്മൾ അത്രയും പാനിക് ആയ ഒരു ഡേ ആണെങ്കിൽ എന്തായാലും ഓർത്തിരിക്കില്ലേ. അപ്പം ഓൾമോസ്റ്റ് ഈ തെറ്റുകളൊക്കെ മനസ്സിലാക്കി ഇനി വരുന്ന ലാസ്റ്റ് 2 days ആണ്. വെറുതെ ഇങ്ങനത്തെ യൂസ്ലെസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളിലൊന്നും പുറകെ പോകരുത്. അങ്ങനെ പല ആളുകളുണ്ടാവും നമ്മുടെ ലൈഫിൽ പറയാൻ വേണ്ടിയിട്ട്. അതൊന്നും നോക്കരുത്. തലേന്ന് പഠിക്കേണ്ടെന്ന് പറയുന്ന ആളുകളുണ്ടാവും, പഠിക്കണം എന്ന് പറയുന്ന ആളുകളുണ്ടാവും. നോക്കണം നിങ്ങൾക്ക് എന്താണ് ബെസ്റ്റ് ആയി തോന്നുന്നത് അത് ചെയ്യാം. ഹലോ എവ്രിവൺ, ഐ എം ഫിദ. ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. സോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുമ്പം ഏറ്റവും പേടിയുള്ളൊരു ടോപ്പിക്കാണ് നീറ്റിൻ്റെ തലേന്ന് നമ്മൾ എങ്ങനെ പ്രിപ്പയർഡ് ആവണം എന്നുള്ളത്. സത്യം പറഞ്ഞാലേ എനിക്ക് ഓർമ്മയില്ല ഇങ്ങനെയായിരുന്നു ഞാൻ നീറ്റിൻ്റെ തലേന്ന് ഉണ്ടായിരുന്നതെന്ന്. ഞാനങ്ങനെ ഓർത്തിരിക്കുന്നില്ല. അങ്ങനെ ഞാനൊരു പാനിക് ആയ ഒരു ഡേ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നമ്മൾ അത്രയും പാനിക് ആയ ഒരു ഡേ ആണെങ്കിൽ എന്തായാലും ഓർത്തിരിക്കില്ലേ. ഞാൻ നീറ്റ് എഴുതിയ എല്ലാ വട്ടമുള്ള തലേ ദിവസം എനിക്ക് ഓർമ്മയില്ല. സോ എന്താണെങ്കിലും നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യണം നമുക്കറിയാലോ. അതൊക്കെ പറഞ്ഞു തരാനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത്. സോ ഒരു ദിവസമായിട്ടല്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. നമ്മൾ ഈ സിലബസ് ലാസ്റ്റിലോട്ട് പഠിക്കുന്നത് ഒരു ദിവസം കൊണ്ട് ഒരിക്കലും മൊത്തം സിലബസ് നമുക്ക് ലാസ്റ്റ് ഡേ പഠിച്ച് തീർക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ലാസ്റ്റ് 5 days-ന് 3 days-ഉം 2 days-ഉമായിട്ട് ഡിവൈഡ് ചെയ്യുക. അതിൽ ഈ 3 days എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്സഡ് ആയി പഠിക്കുക. അതായത് നമുക്ക് ടഫായിട്ടുള്ളതും ഈസി ആയിട്ടുള്ളതും ഒക്കെ ഒന്ന് മിക്സഡ് ആയിട്ട് നമുക്ക് മൊത്തം സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ പഠിക്കുക. അതായത് ടഫോ ഈസിയോ അങ്ങനെയൊന്നും നോക്കാതെ ഓൾമോസ്റ്റ് നമുക്ക് സിലബസ് മൊത്തം കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഓൾമോസ്റ്റ് എന്നല്ല 100% കവർ ചെയ്യുന്ന രീതിയിൽ പഠിക്കാൻ പറ്റുക അത്രയും നല്ലത്. അത് മൊത്തം കവർ ചെയ്യാം. ഈ 3 ദിവസവും നിങ്ങൾ മോക്ക് ടെസ്റ്റ് എഴുതണം. നിങ്ങൾ ലാസ്റ്റ് ഇത്രയും ദിവസങ്ങൾ എഴുതിയ പോലെ തന്നെ ഈ 3 ദിവസവും മോക്ക് ടെസ്റ്റ് എഴുതാൻ മറക്കരുത്. നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതി ഓൾമോസ്റ്റ് മോൾഡായി വന്ന് ഇപ്പോഴത്തെ ലാസ്റ്റിലേക്കുള്ള മോക്ക് ടെസ്റ്റ് ആണ്. അപ്പം നിങ്ങൾ കുറേ ഇമ്പ്രൂവ് ആയി നിൽക്കുകയാണ് ഇപ്പം. അപ്പം ആ 3 ദിവസം നിങ്ങൾ മോക്ക് ടെസ്റ്റ് എഴുതി നിങ്ങളെ മിസ്റ്റേക്സ് ഒക്കെ മനസ്സിലാക്കാൻ അത്ര സമയം നിങ്ങൾക്ക് ഉണ്ടാവില്ല പണ്ടത്തെ പോലെ. അപ്പം ഓൾമോസ്റ്റ് ഈ തെറ്റുകളൊക്കെ മനസ്സിലാക്കി ഇനി വരുന്ന ലാസ്റ്റ് 2 days ആണ്. ലാസ്റ്റ് 2 days-ൽ നമ്മൾ ഈ ബയോളജി, ഇനോർഗാനിക് കെമിസ്ട്രി, ഈ 2 സാധനവും ഭയങ്കര വോളറ്റൈൽ ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഈ ലാസ്റ്റ് 2 ദിവസത്തിൽ നീറ്റിന് തൊട്ട് മുന്നേ ദിവസമല്ലേ, ആ ദിവസമാണ് മാക്സിമം നോക്കേണ്ടത്. പക്ഷെ നമുക്ക് ഈ 2 സാധനവും മാത്രം നമുക്ക് ലാസ്റ്റ് ദിവസം കൊണ്ട് പഠിച്ച് തീർക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ബയോളജി ഈ ലാസ്റ്റ് 2 ദിവസം ഞാൻ പറഞ്ഞില്ലേ, അതിൽ ആദ്യത്തെ ദിവസം തന്നെ തുടങ്ങിയിട്ട് നീറ്റിൻ്റെ തലേന്നിൽ നമ്മൾ തീർക്കുക. ഈ ഞാൻ ബയോളജി പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇരുത്തി പഠിക്കുന്ന കാര്യമല്ല കേട്ടോ. ഓരോ ലൈൻ ബൈ ലൈൻ ഇരുത്തി പഠിക്കുന്ന കാര്യമില്ല. ലൈൻ ബൈ ലൈനൊക്കെ നിങ്ങൾ കുറേ വട്ടം മുന്നേ വായിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്ലസ് നിങ്ങൾ ഓൾമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. മിസ്റ്റേക്സ് ഒക്കെ പല സ്ഥലങ്ങളിലും എഴുതി വെച്ചേക്കുന്നു. ഞാൻ പറഞ്ഞത് ഇതിൻ്റെ റിവിഷനാണ്. അതായത് നിങ്ങൾ ബയോളജിക്ക് ഉണ്ടാക്കിയ നോട്ട്സ്, അല്ലെങ്കിൽ ടെക്സ്റ്റിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഈ മിസ്റ്റേക്സ് ഒക്കെ എഴുതി വെച്ചേക്കുന്ന നമ്മൾ ഈ റിവിഷന് വേണ്ടി വെച്ചേക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ടായി. അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഒന്ന് പോയി റിവൈസ് ചെയ്ത് നമ്മൾ ഒരു ബേസിക് ആയിട്ട് നമ്മളൊരു ചാപ്റ്ററിനെ പറ്റി നല്ല വൃത്തിക്ക് ഓൾമോസ്റ്റ് നമ്മൾ ലാസ്റ്റ് ലാപ്പായിട്ടുള്ള റിവിഷനായിട്ട് കൺസിഡർ ചെയ്തിട്ട് പഠിക്കാം. അപ്പം ആ 2 ദിവസം നമ്മൾ ബയോളജി ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ഓൾമോസ്റ്റ് ഈ ഒരു സംഭവം തന്നെയാണ് നമ്മൾ ഇനോർഗാനിക് കെമിസ്ട്രിക്കും നമ്മൾ നോക്കേണ്ടത്. പിന്നെ നോക്കേണ്ടത് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഫിസിക്സിൻ്റെയും ഫിസിക്കൽ കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, ഇതിനൊക്കെ ഫോർമുലാസ്, നമ്മുടെ ഈ ഇക്വേഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ, റിയാക്ഷൻസ്, ഇതൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ സാധനങ്ങളൊക്കെ നല്ല വൃത്തിക്ക് വേഗം നിങ്ങൾ ഈ ബയോളജി പഠിക്കുമ്പോൾ പോലും ടൈമർ വെച്ച് പഠിക്കുക. ഒരു സാധനത്തിൻ്റെ മുകളിൽ ഇരുന്ന് പോകുന്നുള്ളത് ഷുവറാണ്. നിങ്ങൾക്ക് പേടിയാണ് ഇത് വന്നാലോ അത് വന്നാലോ എന്നൊക്കെ ഒരു ചാപ്റ്റർ നോക്കുമ്പോൾ. അങ്ങനെ നോക്കരുത്. നമ്മൾ മാക്സിമം വേഗം ഓടിച്ചുവിടാം. ഈ ലാസ്റ്റ് 2 days ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നതാണല്ല, നമ്മൾ ഈ മുന്നത്തെ കുറച്ച് ദിവസം അല്ലെങ്കിൽ എത്ര വർഷം നമ്മൾ ഇതിന് കൊടുത്തു, ആ ഒരു സംഭവത്തിൻ്റെ ഒരു ഡിറ്റർമൈനിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ലാസ്റ്റ് 2 ദിവസം എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിനെ വെറുതെ കൊണ്ടുപോയി കളയരുത്, കുളമാക്കരുത്. അപ്പം നമ്മളൊരു ആൻസൈറ്റി ഒന്നും വെക്കാതെ ഈ ലാസ്റ്റ് 2 ദിവസം നോക്കണം. അപ്പം ഇതിൽ തന്നെ നമ്മൾ ഈ ലാസ്റ്റ് 2 ദിവസം തന്നെ തലേ ദിവസം ഭയങ്കര പേടിയുള്ള ഒരു ഡേ ആയിരിക്കും. അപ്പം ഞാൻ പറയുന്നത് ഈ ലാസ്റ്റ് 2 ദിവസത്തിൽ ഈ ആദ്യത്തെ ദിവസം കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് പഠിക്കാൻ നോക്കണം. കാരണം അടുത്ത ദിവസം എങ്ങനെയായിരിക്കും നമുക്ക് ഒരു ഐഡിയ ഇല്ല. നമ്മൾ ചിലപ്പോൾ ഭയങ്കര ആങ്സൈറ്റി ഉള്ള ഒരു ഡേ ആയിരിക്കും, ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഡേ ആയിരിക്കും, ഉറക്കമില്ലാത്ത ഡേ ആയിരിക്കും, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഡേ ആയിരിക്കും. അപ്പം മാക്സിമം നിങ്ങൾ ഈ ഒരു ലാസ്റ്റ് 2 days-ൽ ആദ്യത്തെ ദിവസം നന്നായി പഠിക്കാൻ നോക്കുക. അന്ന് വെച്ച് അന്നത്തെ ദിവസം ഫുൾ കംപ്ലീറ്റ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, കൂടുതൽ പോർഷൻസ് അന്നേരം നോക്കാൻ നോക്കുക. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, ഈ ലാസ്റ്റ് 2 days മോക്ക് ടെസ്റ്റ് എഴുതുന്നത് ഞാൻ പേഴ്സണലി അതിന് യോജിക്കുന്നില്ല. കാരണം നമുക്ക് ഈ പ്രത്യേകിച്ച് നീറ്റിൻ്റെ തലേന്ന് കേട്ടോ,
ലാസ്റ്റ് 2 ഡേയ്സിൽ ആദ്യത്തെ ദിവസം നിങ്ങൾ മോക്ക് ടെസ്റ്റ് നിങ്ങൾ ഓപ്ഷനിലാണ്. പക്ഷേ തലേന്ന് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല നല്ലൊരു കാര്യമാണ്. കാരണം നമ്മളെ കോൺഫിഡൻസ് മൊത്തം കളയുന്ന ഒരു കാര്യമായിരിക്കും. അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന മോക്ക് ടെസ്റ്റിന് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞെന്ന് വെച്ചോ ആ ലാസ്റ്റ് ഡേ, പിന്നെ പോയി കാര്യമൊക്കെ പോയി, നമ്മുടെ ആ കോൺഫിഡൻസ് പോയി, എല്ലാ കാര്യവും പോയി. അപ്പം നിങ്ങൾ, ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല നീറ്റിൻ്റെ തൊട്ട് മുന്നത്തെ ദിവസം മോക്ക് ടെസ്റ്റ് എഴുതുന്ന കാര്യം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, നീറ്റിൻ്റെ ഒരു ദിവസത്തിന് മുന്നത്തെ ദിവസം നിങ്ങൾ എന്താക്കുക, മോക്ക് ടെസ്റ്റ് വേണമെങ്കിൽ എഴുതിയിട്ട് നിങ്ങൾക്കുള്ള മിസ്റ്റേക്സ് ഒക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് വേഗം വെക്കുന്നത് നല്ലതായിരിക്കും. പറ്റുവാണെങ്കിൽ ഓപ്ഷണലായിട്ടുള്ള കാര്യമാണ്, നിങ്ങളുടെ കോൺഫിഡൻസിനനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് നിങ്ങളറിയാം, എനിക്ക് ജനറലൈസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ പറ്റില്ല, കാരണം ഓരോരുത്തരും ഓരോ പോലെയാണ്. പിന്നെ പറയാനുള്ളത് നിങ്ങൾ തലേന്ന് ഉറങ്ങുന്ന കാര്യമാണ് കേട്ടോ. ഇത് നിങ്ങൾ ഈ ഉറക്കത്തിന് കുറേ പേര് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ വരുന്നുണ്ട്. ഈ ഉറക്കം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഈ തലേന്ന് ഉറങ്ങുന്നതിനനുസരിച്ചിരിക്കും നമ്മൾ അടുത്ത ദിവസത്തെ ഹെൽത്ത് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർമ്മ, നമ്മുടെ എന്താണ്, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ്, നമ്മുടെ ഓരോ പഠിച്ച കാര്യങ്ങളൊക്കെ മെമ്മറൈസ് ചെയ്തെടുക്കുക. പിന്നെ നമ്മളെ തല വർക്ക് ചെയ്യുന്നത്, നമുക്ക് ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് തലവേദന വരും, പല കാര്യങ്ങളും വരും, ക്ഷീണം വരും. അപ്പം നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തലേന്ന് വേഗം ഉറങ്ങാൻ നിൽക്കുക. കാരണം തലേന്ന് നമ്മളെ ആങ്സൈറ്റി കാരണം നമ്മൾ എന്തായാലും ഉറക്കം കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങാൻ പോകുന്നുള്ളൂ, നമ്മൾ കിടന്നു കഴിഞ്ഞാലും. അപ്പം നമ്മൾ മാക്സിമം ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ഒന്ന് ഉറങ്ങിയേക്കുക. അത് കുറച്ച് മുന്നേ ഉറങ്ങിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റണില്ല എന്ന് വെച്ചോ, ആങ്സൈറ്റി അടിക്കരുത്. എനിക്ക് ഉറങ്ങാൻ പറ്റണില്ലല്ലോ എന്ന് ആലോചിച്ച് ആങ്സൈറ്റി അടിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പോൾ അവരോടാണ് ഞാൻ പറയുന്നത്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ആലോചിച്ചിട്ട് ആങ്സൈറ്റി അടിക്കരുത്. പറ്റുന്ന അത്രയും ഉറങ്ങുക, അല്ലാണ്ട് ഉറങ്ങിയേ തീരുന്നൊന്നും ഞാൻ പറയണില്ല. പറ്റുന്ന അത്രയും ഉറങ്ങുക. ഇനിയിപ്പം ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ സാരമില്ല, ഓക്കെ. അതിൻ്റെ മുകളിൽ ആങ്സൈറ്റി അടിച്ചിട്ട് വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഓക്കെ. അത്രേ ഉള്ളൂ. ഉറങ്ങാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ മാക്സിമം വേഗം കിടന്നുറങ്ങാന്നേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വെള്ളം കുടിക്കുകയും ഭക്ഷണം കഴിക്കുകയും, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇത് ലാസ്റ്റ് ഡേ മാത്രമല്ല ഫോളോ ചെയ്യേണ്ടത്, ഇത് എല്ലാ ഡേയും ഫോളോ ചെയ്യണം. പക്ഷേ ഈ ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അങ്ങോട്ട് ഇറങ്ങൂല. ഫുഡൊന്നും നമ്മുടെ മുന്നിൽ വെച്ചാൽ നമുക്ക് ഇറങ്ങാൻ പോകണില്ല, പേടി കാരണം. അപ്പം ഈ ഭക്ഷണമൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം കുറച്ച് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കുറച്ച് ആയിട്ട് ഒരു ദിവസം കഴിക്കുക. അതായത് ഒരു ഡേ കുറേ ഫുഡ് എടുത്ത് കഴിക്കേണ്ട. അല്ലാണ്ട് നമ്മൾ ഒരു കുറച്ച് കഴിച്ച് പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞ് പിന്നെയും കുറച്ച് കഴിച്ച് അപ്പം നമ്മൾ വയറ് ഫുള്ളാവില്ല. നമുക്ക് ആ ഒരു, ചില ആളുകൾക്ക് ഈ പേടി കാരണം വൊമിറ്റിംഗ് സെൻസേഷൻ വരും, ഫുൾ നോസി, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ വൊമിറ്റ് ചെയ്ത് പോവും. ഇതിങ്ങനത്തെ കുറേ ആളുകളെ ഞാൻ കണ്ടത് കൊണ്ട് പറയണതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്നും ആവാതിരിക്കാൻ കുറച്ചായിട്ട് കഴിക്കുക. പിന്നെ കൂടുതൽ ഈ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഈ ജ്യൂസ് പോലത്തെ അങ്ങനെ സോളിഡ് ഫുഡ്സ് കുറച്ചിട്ട് ഈ കുറച്ച് ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ, അതായത് കുറച്ച് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സാധനങ്ങൾ, എനർജി തരുന്ന സാധനങ്ങളൊക്കെ കഴിക്കാൻ നോക്കാം. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലും വാട്ടറിൻ്റെ കാര്യത്തിലൊന്നും നോ കോംപ്രമൈസ് കേട്ടോ. അപ്പം നമ്മൾ വെള്ളം നന്നായി കുടിക്കണം. വെള്ളമൊക്കെ മാക്സിമം നമ്മൾ എപ്പോഴും കുടിക്കുന്ന പോലെ തന്നെ നന്നായിട്ട് കുടിച്ച് മുന്നോട്ട് പോകണം, ഓക്കെ. പിന്നെ വേറെ കാര്യം, നീറ്റ് എഴുതാത്ത കുറേ ആളുകളൊക്കെ വന്നിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നത് കാണാം. ഈ നീറ്റിൻ്റെ തലേന്നും നീറ്റിന് 2 ദിവസം മുന്നേ ഒക്കെ. എനിക്ക് മനസ്സിലാവില്ല എന്തിനാണ് അവർ ചെയ്യുന്നത്. കാരണം ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾ വന്നിട്ട് ഓരോ കാര്യങ്ങൾ നമ്മളെടുത്ത് പറയാൻ തുടങ്ങും. അങ്ങനെയാണ് നീറ്റ്, നമ്മൾ മറ്റന്നാൾ എഴുതാൻ പോകല്ലേ, പേടിക്കണ്ട, അങ്ങനെയാണെന്നൊക്കെ. നമുക്ക് സത്യം പറഞ്ഞാൽ ചില ആൾക്കാർ നമ്മളോട് പേടിക്കേണ്ടെന്ന് പറയുന്നതാണ് വരും, നമുക്ക് പിന്നെയും പേടിയാവും. അപ്പം ആളുകൾ ഓരോ ടൈപ്പ് ഉണ്ടാവും. ചില ആൾക്കാർ കൂടുതൽ പേടി തരുന്നുണ്ടാവും, കുറേ ആൾക്കാർ പേടി കുറക്കാൻ നോക്കുന്ന ആളുകളുണ്ടാവും. എന്താണെങ്കിലും ബാക്കിയുള്ള ആൾക്കാർ പലതും പറയും, അതൊന്നും കേൾക്കാൻ നിൽക്കരുത്. ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ വിടണം. വെറുതെ ഇങ്ങനത്തെ യൂസ്ലെസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളിലൊന്നും പുറകെ പോകരുത്. അങ്ങനെ പല ആളുകളുണ്ടാവും നമ്മുടെ ലൈഫിൽ പറയാൻ വേണ്ടിയിട്ട്. അതൊന്നും നോക്കരുത്. തലേന്ന് പഠിക്കേണ്ടെന്ന് പറയുന്ന ആളുകളുണ്ടാവും, പഠിക്കണം എന്ന് പറയുന്ന ആളുകളുണ്ടാവും. നോക്കണം നിങ്ങൾക്ക് എന്താണ് ബെസ്റ്റായി തോന്നുന്നത് അത് ചെയ്യാം. പിന്നെ ഈ ലാസ്റ്റ് ഡേ മാക്സിമം നിങ്ങൾ ഈ ഫ്രണ്ട്സിനെ വിളിക്കുന്നവരുണ്ടാവും. നമുക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള, നമുക്ക് അത്രയും ബെസ്റ്റ്, നമുക്ക് വേണ്ടി നല്ലത് മാത്രം ചിന്തിക്കുന്ന ചില ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാവും. അവരെ കോണ്ടാക്ട് ചെയ്യുക എന്നല്ലാതെ എന്നാലും ഞാൻ പറയുന്നില്ല ഈ ഫ്രണ്ട്സിനെ കോണ്ടാക്ട് ചെയ്യുന്നതൊക്കെ ഒന്ന് കുറക്കുന്നത് നല്ലതായിരിക്കും ലാസ്റ്റ് ഒരു 1-2 ദിവസം. കാരണം നമുക്ക് അവർ പ്രത്യേകിച്ച് നീറ്റിന് പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഒട്ടും കോണ്ടാക്ട് ചെയ്യാതിരിക്കുക. കാരണം അവരുടെ കുറേ പ്രശ്നങ്ങളും അവർ കുറേ പഠിച്ച് തീരാത്ത കാര്യങ്ങളും അവരുടെ കുറേ പരാതികളൊക്കെ പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരു നെഗറ്റീവ് എനർജിയിൽ നിൽക്കുകയാണ്. നമുക്ക് പഠിച്ച് തീരാത്തതോ അല്ലെങ്കിൽ നമ്മുടെ പേടിയൊക്കെ വെച്ച് നമ്മൾ നിൽക്കുകയാണ്. അതിൻ്റെ കൂടെ അവരുടെ പ്രശ്നങ്ങളും കൂടെ താങ്ങാനുള്ളൊരു കരുത്ത് നമുക്കില്ല. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വെറുതെ അവർ പറയുന്നതൊക്കെ കേട്ട് അതിനുള്ള ടൈം വെറുതെ കൊടുക്കാതിരിക്കുക. മാക്സിമം ഈ കോണ്ടാക്റ്റ് ഒക്കെ ഒഴിവാക്കുക. ഈ ഫ്രണ്ട്സൊക്കെ നമുക്ക് നീറ്റ് കഴിഞ്ഞിട്ട് അവരെ വിളിക്കാം, നീറ്റിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി അവരെ വിളിക്കാനുള്ളതല്ലേ. അപ്പോൾ ഈ തലേന്നുള്ള ഈ കോണ്ടാക്റ്റും ഫോൺ കോൾസും ചാറ്റൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ചിലപ്പോൾ നമ്മൾ ചാറ്റ് ചെയ്ത്, നിങ്ങളൊന്ന് ആലോചിക്കും, നിങ്ങളൊരു ഏതെങ്കിലും ഫ്രണ്ടിനോട് ചാറ്റ് ചെയ്ത് നിങ്ങൾ എന്തോ കാര്യങ്ങൾ കഥ പറഞ്ഞ് പോയി നിങ്ങളൊരു ഏതെങ്കിലും പണ്ടത്തെ കാര്യങ്ങളോ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലുള്ള കാര്യത്തിനെ പറ്റി പറഞ്ഞ് നിങ്ങൾ അതിനെപ്പറ്റി ഓവർ
ഇമോഷണലായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് വന്നു വെച്ചോ ചാറ്റിൽ. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ നീറ്റ് എഴുതുന്ന സമയത്ത് അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചിന്ത വരിക. പറഞ്ഞുകൂടാ, നമ്മൾ മനുഷ്യന്മാരല്ലേ, ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ ഈ കോണ്ടാക്ട്, ബാക്കിയുള്ള പുറലോകമായിട്ടുള്ള കോണ്ടാക്ട് ഒഴിവാക്കുന്നത് നല്ലതാണ്. പിന്നെ ചെറിയ പോസിറ്റീവായിട്ടുള്ള കാര്യമാണെങ്കിൽ ചെറിയ പോസിറ്റീവ് വീഡിയോസൊക്കെ കണ്ടിട്ട് പോവുക. ഈ തലേന്നൊക്കെ എന്തെങ്കിലും ഇതിന് മുകളിൽ കുറേ നേരിക്കും, ഇതൊരു 10-15 മിനിറ്റൊക്കെ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള വീഡിയോസൊക്കെ യൂട്യൂബിൽ കാണുന്നത് നല്ലതായിരിക്കും. നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. അറിയാം ചില കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട് എന്നുള്ള റിയാലിറ്റി നമുക്കറിയാം. പക്ഷേ തൽക്കാലത്തേക്ക് ഒരു ദിവസത്തേക്ക് നമുക്ക് ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മറന്ന് പോസിറ്റീവായിട്ടുള്ള വീഡിയോസും പോസിറ്റീവായിട്ടുള്ള മോട്ടിവേഷൻസും ഒക്കെ കണ്ട് നിൽക്കുക. കാരണം നമ്മൾ ഈ പോസിറ്റീവായി നിൽക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ പറഞ്ഞില്ല, ഈ പഠിക്കുന്നത് മാത്രമല്ല ഇമ്പോർട്ടൻസ്, നമ്മുടെ ഈ കോൺഫിഡൻസും നമ്മുടെ ഇത് ഡീൽ ചെയ്യുന്ന കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ പേർക്ക് നീറ്റ് കിട്ടാതാവുന്ന അവരുടെ സ്ട്രെസ്സും ടെൻഷനും കൊണ്ട് മാത്രമാണ്. ഇഷ്ടംപോലെ എക്സാംസിൻ്റെ മുന്നിൽ അങ്ങനെ കുറേ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും പോയി വീഴാതിരിക്കുക. പിന്നെ ഒരു കൂട്ടം ആളുകളുണ്ട്, നമ്മളടുത്ത് പറയും നീറ്റിൻ്റെ തലേന്നൊന്നും പഠിക്കണ്ട എന്ന്. അങ്ങനെ ചെയ്യരുത്. നമ്മൾ നീറ്റിൻ്റെ തലേന്ന് നമ്മൾ നാളെ നീറ്റ് എഴുതാൻ പോകും. അപ്പം നമ്മൾ ഇത്രയും ദിവസം പഠിച്ച ആ ഒരു ഫ്ലോ കീപ്പ് ചെയ്യണം. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ മോക്ക് ടെസ്റ്റ് എഴുതാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. അല്ലാതെ നമ്മൾ നമ്മൾ ആ സബ്ജക്ട് വൈസുള്ള ആ ഒരു ടച്ചിൽ നമുക്ക് ഇപ്പോൾ ബയോളജിയുടെ അടുത്തും ഫിസിക്സിൻ്റെ അടുത്തും കെമിസ്ട്രിയുടെ അടുത്തൊക്കെ നമ്മുടെ ആ ഒരു കണക്ഷൻ ഉണ്ട്, അത് വിടാതെ നോക്കുക. കാരണം തലേ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേ തന്നെയാണ്. അപ്പോൾ ആ ഡേ നമ്മൾ ബാക്കിയുള്ള ആളുകൾ പറയും പഠിക്കാതെ വെറുതെ ഇരുന്നോ ഡേ മൊത്തം, അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്ത് കുറച്ച് ലൂസൺ ചെയ്തോ. നിങ്ങളുടെ ആ ഒരു പ്ലാൻ കുറച്ചൊന്ന് ലൂസൺ ചെയ്താൽ പ്രശ്നം, നിങ്ങളുടെ ടൈം ടേബിൾ ഒന്ന് കുറച്ചൊന്ന് ലൂസൺ ആക്കുക. പക്ഷേ അത് വിചാരിച്ച് പഠിക്കാതിരിക്കരുത്, പഠിക്കുക തന്നെ വേണം. പക്ഷേ സ്ട്രെസ്ഡ് ആയി പഠിക്കണ്ട. സോ അറ്റ് ലാസ്റ്റ് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആങ്സൈറ്റിയും ടെൻഷനൊക്കെ അടിച്ചിരുന്നാൽ നിങ്ങളുടെ ലൈഫ് മാത്രമേ കൊള്ളാവൂ. നിങ്ങൾ വെറുതെ നിങ്ങൾക്ക് അതാണോ വേണ്ടിയത്? അല്ലല്ലോ. നമുക്കൊരു നല്ല ഫ്യൂച്ചറല്ലേ വേണ്ടി, നമുക്ക് ഇതിനെ സക്സസ്ഫുൾ ആവല്ലേ വേണ്ടി നമ്മുടെ നീറ്റ് ജേണി. അപ്പം ഈ ഒരു ലാസ്റ്റ് ഡേ പോയി ആങ്സൈറ്റിയോ അല്ലെങ്കിൽ സ്ട്രെസ്സോ ടെൻഷനോ ഒക്കെ അടിച്ച് വെറുതെ കൊളാക്കുന്നതിലും നല്ലത് നമ്മൾ ആ ഒരു വർഷം നമുക്ക് ലാഭിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ ആ ഒരു വർഷം നമ്മൾ കൊളാക്കുകയാണ് ചെയ്യുക, നമ്മൾ ആ ഒരു ഡേ കാരണം, ആ തലേ ദിവസം കാരണം. അപ്പം ആ ഡേ നമ്മൾ മാക്സിമം ആങ്സൈറ്റി ഇല്ലാതെ, ടെൻഷൻ ഇല്ലാതെ, സ്ട്രെസ് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ കൂളായിട്ട് നല്ല പോസിറ്റീവായിട്ട് ഇരിക്കുകയാണ് വേണ്ടത്. സോ എല്ലാവരും ആ ഡേ നല്ല വൃത്തിക്ക് മാക്സിമം പഠിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ പഠിച്ച് പോസിറ്റീവായിട്ടിരുന്ന് നീറ്റ് എഴുതാൻ പോകണം. സോ ഓൾ ദി ബെസ്റ്റ്.